അങ്ങനെ നമ്മുടെ ജിക്സറിൻ്റെ ജാമ് മാറിയിട്ടുണ്ട്. കറങ്ങുന്ന കറക്കം കണ്ടോ? ഇതുപോലെ ഒന്ന് കറക്കാനായിട്ട് ഞാൻ എത്ര രൂപ ചിലവാക്കിയെന്ന് നിങ്ങളറിഞ്ഞാൽ ഞെട്ടും. ആദ്യമേ കൊണ്ടുപോയി വർക്ക്ഷോപ്പിൽ പറഞ്ഞു ഇതിന് കംപ്ലൈൻ്റ് ഒന്നുമില്ല എന്നും പറഞ്ഞ്, സീലിന് കംപ്ലൈൻ്റ് എന്നും പറഞ്ഞ് അവർ ക്ലീൻ ചെയ്ത് തന്നു. അത് ആദ്യമേ ഒരാഴ്ച കൂടി പിന്നെ സ്റ്റക്കായി. പിന്നീട് അടുത്ത വർക്ക്ഷോപ്പിൽ പോയി അവിടെയും സെയിം കാര്യം പറഞ്ഞ് കുഴപ്പമില്ല, സീൽസൊന്നും കംപ്ലൈൻ്റ് ഇല്ല, ക്ലീൻ ചെയ്താൽ മതി. ഷോറൂമിൽ ചോദിച്ചിട്ടാണെങ്കിൽ ഈ ഫുൾ ബ്രേക്കിൻ്റെ കാലിപ്പറായിട്ടേ അവരുടെ കയ്യിലുള്ളൂ. കാലിപ്പറിന് വില 2500 രൂപ മാത്രം. 2500 രൂപ ഒറ്റയടിക്ക് എടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഒന്നും കൂടെ സീൽസ് ക്ലീൻ ചെയ്തിട്ടു. അങ്ങനെ മൊത്തത്തിൽ 3 പ്രാവശ്യം സീൽസ് മാറി, സീൽസ് ബ്രേക്കിൻ്റെ കാലിപ്പർ ക്ലീൻ ചെയ്ത് നല്ല വെണ്ണക്കണ്ണാടി പോലെ, വെണ്ണക്കൽ ശില്പം പോലെ ആയി ബ്രേക്കിൻ്റെ കാലിപ്പറിൻ്റെ അകമൊക്കെ. ഒരു തുള്ളി പോലും പൊടിയൊന്നുമില്ല. എന്നിട്ടും മൂന്നാമത് അരൂർ പോയപ്പോൾ പിന്നെയും ജാമായി. ഈ സംഭവം കൊണ്ട് എവിടെയും സമാധാനമായിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ എത്തിപ്പെട്ടത്. അവസാനം അരൂർ വെത്ത് ജാമായപ്പോഴത്തേക്ക് ഞാൻ അവിടുത്തെ ഒരു സ്പെയറൊക്കെ ഉള്ള വർക്ക്ഷോപ്പിൽ കയറ്റിയപ്പോൾ ഭാഗ്യത്തിന് അവിടെ സുസുക്കിയുടെ ഒറിജിനൽ ഇതിൻ്റെ ബ്രേക്കിനകത്തുള്ള ഓറിങ്സ് ഉണ്ടായിരുന്നു. ആ ഓറിങ്സ് ഞാൻ പറഞ്ഞു ചേട്ടാ ഒന്ന് മാറിയേക്കാൻ പറഞ്ഞാൽ അവർ വലിയ മനസ്സോടെ എന്തായാലും മാറിയിട്ടു. അതോടുകൂടി ബ്രേക്കിൻ്റെ ആ പ്രശ്നം മാറി. പക്ഷേ എന്നിട്ട് ഒരു ചെറിയ പിടുത്തം ഉണ്ടായിരുന്നു. പിടുത്തം എന്ന് വെച്ചാൽ എവിടെയോ ഒരു ചെറിയ ബ്രേക്ക് പിടുത്തമുണ്ട്. അതിനിടയ്ക്ക് ഞാൻ പിന്നെ തിരിച്ച് ഓടിച്ച് വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ബ്രേക്കിനകത്ത് ഭയങ്കര പ്ലേ കൂടിയപ്പോഴത്തേക്ക് ഞാനൊരു ബംഗാളി ചേട്ടനും വർക്ക് ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ട് കാണിച്ചു. പുള്ളി ഉടനെ തന്നെ ആ ബ്രേക്കിൻ്റെ കാലിപ്പറൊക്കെ അഴിച്ച് അതിനകത്തൊരു മുത്തിട്ട് തന്നു. എന്നിട്ട് പറഞ്ഞ് സെറ്റായിട്ടെന്ന് പറഞ്ഞു. ആ മുത്തിട്ട് വന്നപ്പോഴത്തേക്ക് ബ്രേക്കിൻ്റെ പിടുത്തമൊക്കെ കൂടി ഭയങ്കര റെസ്പോൺസീവൊക്കെ ആയിട്ട് തോന്നി ബ്രേക്ക്. പക്ഷേ പിന്നെയും എനിക്കൊരു പേടി, കാരണം ഇത് പിന്നെയും കടിക്കുമെന്ന്. നേരെ കൊണ്ട് നമ്മൾ അടുത്തുള്ള സ്ഥിരം പണിയുന്ന ചേട്ടനൊക്കെ പറഞ്ഞു ഇതൊരിക്കലും ചെയ്യല്ല, ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് പണിയാണെന്നും പറഞ്ഞു. പുള്ളി പറഞ്ഞ് MC കിറ്റ് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ ഷോറൂമിൽ വീണ്ടും പോയി MC കിറ്റ് മേടിക്കാൻ വേണ്ടി പോയപ്പോൾ സുസുക്കിയുടെ സ്ഥിരം സർപ്രൈസ്. MC കിറ്റ് ഇല്ല, MC കിറ്റ് മൊത്തത്തിലായിട്ടുള്ള ഐറ്റമേ ഉള്ളൂ, ബ്രേക്ക് ടാങ്ക് അടക്കം. അതിന് വില വെറും, അവർ പറഞ്ഞ വിലയെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ വെറും അതിന് 2500 രൂപയുള്ളൂ. ഒറ്റ വിലയാന്ന് തോന്നുന്നു എല്ലാ പാർട്സിനും. അങ്ങനെ അവിടെ 2500 രൂപയെന്ന് കേട്ടപ്പോഴത്തേക്ക് ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു, സുസുക്കി ഇനി പോകുന്നില്ല പാർട്സ് മേടിക്കാണ്ട്. ഞാൻ നേരെ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എന്തായാലും ഇത് ഒന്ന് അഴിച്ച് കാണിക്കാവോ, എൻ്റെ MC കിറ്റ് ഏതെങ്കിലും വണ്ടിയുടെ സ്യൂട്ട് ആവണമെങ്കിൽ നമുക്കത് ഇട്ടാൽ മതിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി അഴിച്ചു തന്നു. ഞാൻ ആ MC കിറ്റിൻ്റെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പീസുമായിട്ട് ആലപ്പുഴയുള്ള എല്ലാ വർക്ക്ഷോപ്പല്ല സ്പെയർ പാർട്സ് കടയിലും തിരിഞ്ഞ് നടന്ന് സംഭവം സെറ്റായെന്ന് പറഞ്ഞാൽ ബുള്ളറ്റിൻ്റെ ക്ലാസിക് 350യുടെ ബ്രേക്കിൻ്റെ MC കിറ്റ് നമ്മുടെ ജിക്സർ അല്ലെങ്കിൽ ഇൻട്രൂഡറുമായിട്ട് സെയിം ആണ്. നിങ്ങൾക്ക് അത് ഓർത്ത് വെക്കാം. അങ്ങനെ സംഭവം സെറ്റാക്കി എടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഫൈനലി. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാവും. എന്നോട് സബ്സ്ക്രൈബറും കൂടെ പറഞ്ഞു, കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ നമ്മുടെ അതായത് ബ്രേക്കിൻ്റെ കാലിപ്പർ FCയുടെ മോഡലുമായിട്ട് സെയിം ആണ്, ബൈബ്രേഡ് തന്നെയാണ് രണ്ടും. അപ്പം അതിനകത്തുള്ള പിസ്റ്റൻ്റെ റിങ്സും അല്ലെങ്കിൽ ബ്രേക്കിൻ്റെ പിസ്റ്റൻ്റെ റിങ്സും സെയിം ആണെന്ന് പറഞ്ഞു. സോ FCയുടെ പിസ്റ്റൺ റിങ്സ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. പ്ലസ് ബ്രേക്കിൻ്റെ മാസ്റ്റർ സിലിണ്ടർ MC കിറ്റ് ബുള്ളറ്റ് ക്ലാസിക് 350യുടെ സെയിം ആണ്. അത് വിലയും കുറവാണ്, 250 രൂപയുള്ളൂ. വിത്ത് ഗ്രീസും എല്ലാം കൂടെ 250 രൂപയുള്ളൂ. അത് നിങ്ങൾക്ക് സേഫായിട്ട് ഇടാവുന്നതാണ്. അങ്ങനെ മൊത്തത്തിൽ തട്ടിക്കൂട്ടി എടുത്താൽ നമുക്ക് ഓടിച്ച് നടക്കാം.